Hello. Good afternoon. My name is Sreehari. I am from AIIMS Nagpur. I am a third year MBA student. Okay, fine. So today's topic of discussion is heat and thermodynamics. Okay. നമുക്കറിയാം thermodynamics എന്ന് പറയുന്നത് എന്താണ്? Thermodynamics എന്ന് പറയുന്നത് thermodynamics is a branch of physics. Thermodynamics is a branch of physics ആണ്. Thermodynamics എന്താണ്? ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ്. Is a branch of physics. It deals with, അത് എന്തുമായിട്ടൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ it deals with ഒന്ന് ഹീറ്റ്, രണ്ട് ടെമ്പറേച്ചർ, മൂന്ന് interconversion of heat. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഹീറ്റിനെ പറ്റി, ടെമ്പറേച്ചറിനെ പറ്റി, അതുപോലെ ഹീറ്റിന്റെ വിവിധപരമായ രൂപങ്ങളിലേക്ക് ഹീറ്റ് മാറുന്നത്, ഇത്രയും കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു പഠനശാഖയാണ് തെർമോഡൈനാമിക്സ്. ഇത് ഡെഫിനേഷൻ അറിഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഡെഫിനേഷൻ അറിയുന്നത് നമ്മുടെ ബേസിക്സ് ക്ലിയർ ആക്കാൻ സഹായിക്കും. ഓക്കെ ആണല്ലോ? ഫൈൻ. നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സെഷൻ, തെർമോഡൈനാമിക്സ് എന്ന സെഷൻ ഏകദേശം 8 ടോപ്പിക്കുകൾ ഉപയോഗിച്ച് കവർ ചെയ്യാൻ. ഒന്ന് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, തെർമൽ എക്സ്പാൻഷൻ, ഹീറ്റ് കപ്പാസിറ്റി, കലോറിമെട്രി, ലാറ്റന്റ് ഹീറ്റ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഹീറ്റ് ട്രാൻസ്ഫർ, ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ്, ഇത്രയും 8 ടോപ്പിക്കുകൾ വെച്ചിട്ട് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഹീറ്റ്. ഹീറ്റിന്റെ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ഹീറ്റ്? ഓക്കെ, ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ form of energy ആണ്. Heat is a form of energy which we can transfer from one form to another. Okay, heat is a form of energy which is transferred from system to another system or to the surroundings. Heat is a form of energy which we can transfer from one system to another system or to the surrounding. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഹീറ്റിന്റെ ഡെഫിനിഷൻ, അതായത് ഹീറ്റും ടെമ്പറേച്ചറും ഒന്നല്ല. രണ്ടിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഹീറ്റ് എപ്പോഴും മൂവ് ചെയ്യുക ഫ്രം ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലായിരിക്കും. ഹീറ്റ് ഷുഡ് മൂവ് ഫ്രം higher temperature to lower temperature. ഹയറിൽ നിന്നും ലോവർ ടെമ്പറേച്ചറിലേക്കാണ് ഹീറ്റ് മൂവ് ചെയ്യുക. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി transfer from one system to another system or to the surrounding. Okay ആണല്ലോ? നെക്സ്റ്റ് is temperature. Temperature എന്ന് പറയുന്നത് it is the measure of degree of hotness or coldness. It is the measure of degree of hotness or coldness. Okay, this much is we want to know. Okay, ഇത്രയും കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് is first law of thermodynamics. എന്താ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റം ആ ഹീറ്റ് എന്തൊക്കെ ഉപയോഗിക്കും? ഒന്ന് അതിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കും. റിമൈനിങ് ആയിട്ടുള്ള ഹീറ്റ് കൊണ്ട് അത് വർക്ക് ചെയ്യും. സോ ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം വിൽ എന്തിനൊക്കെ ഉപയോഗിക്കും? ഒന്ന് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാനും റിമൈനിങ് ഹീറ്റ് വർക്കായിട്ട് ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ? So it is the first law of thermodynamics പറയുന്നത് ഇതാണ്. ഓക്കെ, അതിനു മുമ്പ് ഞാൻ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒന്ന് പറഞ്ഞു പോവാം. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഒന്നുമല്ല, ടെമ്പറേച്ചർ, അതായത് ഹീറ്റ് എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല ഫ്രം വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം വെൻ ദ ടു സിസ്റ്റംസ് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം. ഒന്നുമില്ല, രണ്ട് സിസ്റ്റംസ് തെർമലി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഹീറ്റ്
ഫസ്റ്റ് സിസ്റ്റത്തിൽ നിന്നും ഫസ്റ്റിൽ നിന്നും സെക്കൻഡിലേക്ക് ഹീറ്റ് മൂവ് ചെയ്യില്ല. അതായത് when two systems are in thermal equilibrium, heat won't flow from one system to another system. ഇത്രേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഭാഷ കൂടി, അത് തെർമൽ ഇക്വിലിബ്രിയത്തെ പറ്റിയിട്ടായതുകൊണ്ട് ഞാൻ അത് വേറെ ഒന്നും കൂടി പറയുന്നുണ്ട്. സപ്പോസ് ത്രീ സിസ്റ്റംസ് ഓക്കെ, 1 2 3. അതിനെ ഇങ്ങനെ കൂടി പറയാം, നമുക്ക് എങ്ങനെ കൂടി പറയാം? സപ്പോസ് സിസ്റ്റം 1ഉം സിസ്റ്റം 2ഉം തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, അതുപോലെ സിസ്റ്റം 2ഉം സിസ്റ്റം 3ഉം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സിസ്റ്റം 1ഉം സിസ്റ്റം 3ഉം തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഈ ഡെഫിനിഷൻ അറിഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ബേസിക്സ് അറിയുന്നത് ഗുണം, എപ്പോഴും ഗുണം തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഭാഗത്ത് വരില്ല, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നു. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് അല്ല. 0th law of thermodynamics is not much important, but first law of thermodynamics is very much important. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ബേസിക്സ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഫൈൻ, ഐ ഹോപ്പ് എവരിവൺ നോ ദിസ് മച്ച് പോയിന്റ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഇനി പോവാണ്. 0th law ഫസ്റ്റ് ലോ ഒക്കെ കഴിഞ്ഞു. ഹീറ്റ് എന്താണെന്നും ടെമ്പറേച്ചർ എന്താണെന്നും പറഞ്ഞു. ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ച് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി നമ്മള് Q എന്നൊരു ഹീറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് Q. എന്തിന്? ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് സിസ്റ്റം, ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം. എത്ര? ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർത്താൻ ആവശ്യമായി ആ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ബോഡിക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് കൊടുക്കേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. ആ സിസ്റ്റത്തിന്റെ മാസ്, ഇഫ് ദാറ്റ് സിസ്റ്റം ഈസ് യൂണിറ്റ് മാസ്, ലൈക്ക് 1 kg 1 kilogram, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഹീറ്റ് കപ്പാസിറ്റി എന്ത് വിളിക്കാം? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി എങ്ങനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് കാണുക? സപ്പോസ് C is the heat capacity. Okay, suppose C is the heat capacity. S is the specific, C is the heat capacity and S is specific heat capacity. So C is equal to M into S. Okay. And suppose നമ്മൾ കാണുന്ന സിസ്റ്റത്തിന് നമ്മൾ if the 1 mole സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ആണ് 1 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർത്താൻ ആവശ്യമെങ്കിൽ കൊടുക്കേണ്ട ഹീറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കും. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കും. ഇത്രയും ഡെഫിനിഷൻസ് നമുക്ക് അറിയുന്നത് എന്തുകൊണ്ടും ബേസിക്സ് ക്ലിയർ ആയ കുറച്ചും കൂടി നമുക്ക് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഡെഫിനേഷൻ ജസ്റ്റ് ഡെഫിനേഷൻ പഠിക്കുന്നു വേണ്ട, അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആവുക. 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ചൂടാണ് ഹീറ്റ് കപ്പാസിറ്റി. ഒരു യൂണിറ്റ് മാസിന്റെ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഒരു മോൾ ആണെങ്കിൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആവുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. നോക്ക്, 100 ഗ്രാം വാട്ടർ ഉണ്ട്, അത് 30 നിന്നും 50 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കി, അതിന്റെ തെർമൽ എക്സ്പാൻഷൻ നമ്മൾ ഒഴിവാക്കി, അതിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല. സ്ലൈഡ് എക്സ്പാൻഷൻ, ഇഗ്നോറിംഗ് ദ സ്ലൈഡ് എക്സ്പാൻഷൻസ്. ഈ എക്സ്പാൻഷൻ ആണ് വർക്ക്. അപ്പൊ വർക്ക് എന്താ എടുത്തോളം പറഞ്ഞു? വർക്ക് 0 എടുത്തോളം പറഞ്ഞു. നമുക്കറിയാം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു ആണ് നമുക്കറിയാം. W0 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നതാണ് ഡെൽറ്റ യു. നമുക്കറിയാം ഹീറ്റ് എങ്ങനെ കാണേണ്ടതെന്ന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ. സോ നമുക്ക് ഡെൽറ്റ ക്യൂവിനെ എന്ത് എഴുതാം? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു നമുക്ക് എന്ത് എഴുതാം? M into S into delta T എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. M എന്ന് പറയുന്ന മാസ്, S സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഡെൽറ്റ T ഇസ് ടെമ്പറേച്ചർ ഡിഫറൻസ്. M എത്രയാണ്? 100 ഗ്രാം ആണ്. S എത്രയാണ്? 4184 ആണ്. ഡെൽറ്റ T യോ 20 ആണ്. സോ it will be 8.4 into 100 ഗ്രാം ആയതുകൊണ്ട് നമുക്ക് 10⁻³ കൂടി വേണേ. ഓക്കെ, 10⁻³ എന്നാലും കിലോഗ്രാം ആവുള്ളൂ. ഓക്കെ, 4184 joule kg inverse kilogram Kelvin inverse into 20. So 8.4 into 10⁻³ joule വരും. So it is 8.4 kilojoule. ഉണ്ടല്ലോ, ഓപ്ഷൻ 2. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ഇസ് ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ ഐസോതെർമൽ എക്സ്പാൻഷൻ. ഒരു ഐസോതെർമൽ എക്സ്പാൻഷന്റെ കേസ് എടുക്കുകയാണ്.
ഒരു ഐസോതെർമൽ എക്സ്പാൻഷനിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് എന്താണ്? ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് ഇൻക്രീസ് ചെയ്യോ? ഇല്ല. ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് ഡിക്രീസ് ചെയ്യോ? അതും ഇല്ല. ഇന്റേണൽ എനർജി ഓഫ് ദ ഇന്റേണൽ എനർജി റിമെയിൻ അൺചേഞ്ച്ഡ്. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ഡിക്രീസസ്. നോക്കാം എന്ത് സംഭവിക്കും. ഐസോതെർമൽ എക്സ്പാൻഷൻ. എന്താണ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ? ഐസോതെർമൽ എക്സ്പാൻഷൻ മീൻസ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു സീറോ. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു സീറോ. നമുക്കറിയാം എന്ത് ഡെൽറ്റ യു, അതായത് ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യു ഈസ് എ ഫംഗ്ഷൻ. എന്തിന്റെ ഫംഗ്ഷൻ ആണ്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു സീറോ ആണ്. സോ ഡെൽറ്റ യു സീറോ ആണെങ്കിൽ ഇന്റേണൽ എനർജി വിൽ ബി റിമെയിൻ അൺചേഞ്ച്ഡ്. remain unchanged. I hope everyone is clear this much. Okay, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടി നിങ്ങൾ പറയണം. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇവിടെ എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ടെമ്പറേച്ചർ സ്കെയില്. നമ്മൾ ടെമ്പറേച്ചർ സ്കെയിലുകൾ കുറെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? കെൽവിൻ, ടെമ്പറേച്ചർ സ്കെയിലുകൾ. ഓക്കെ, ടെമ്പറേച്ചർ, തെർമോമീറ്റർ. ഓക്കെ, തെർമോമീറ്റർ, 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 തെർമോമീറ്റർ. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് എന്താ ക്വസ്റ്റ്യൻ? ഒരു ഡിഗ്രീസ് കെൽവിൻ സ്കെയിലിൽ ഇത്ര ടെമ്പറേച്ചർ കാണിക്കുന്നു. അപ്പോ കറസ്പോണ്ടിങ് സെൽഷ്യസ് സ്കെയിൽ എത്രയായിരിക്കും, അല്ലെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിൽ എത്രയായിരിക്കും എന്നൊക്കെ. ആക്ച്വലി ഫാരൻഹീറ്റ്, സെൽഷ്യസ്, കെൽവിൻ, അങ്ങനെ ഒരുപാട് സ്കെയിൽ ഉണ്ട്. പക്ഷെ ഏതൊക്കെ സ്കെയിലായാലും ഒരു കാര്യം അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു കാര്യം എപ്പോഴും സെയിം ആയിരിക്കും. ആ കാര്യം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അതെന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, in every temperature scale, every temperature scale ഒരു കാര്യം കോൺസ്റ്റന്റ് ആണ്. എന്താണ് ആ കോൺസ്റ്റന്റ്? റീഡിംഗ് വാല്യൂ. നമ്മൾ റീഡിംഗ് ചെയ്യുന്ന വാല്യൂ reading value minus lower fixed point by upper fixed point minus lower fixed point എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. It will be a constant. കാണിച്ചു നോക്കിക്കോളൂ. ഫോർ എക്സാമ്പിൾ, സെൽഷ്യസ് സ്കെയിലിൽ സി ആണ് ടെമ്പറേച്ചർ എങ്കിൽ C -0 ആണ് LFP. അറിയാലോ, UFP എത്രയാണ്? 100 ആണ്. LFP 0. അത് ഈക്വൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ F ആണെങ്കിൽ അതിന്റെ ലോവർ ഫിക്സഡ് പോയിന്റ് 32 ആണ്. അറിയാലോ, അപ്പർ ഫിക്സഡ് പോയിന്റ് 212 ആണ്, ലോവർ ഫിക്സഡ് പോയിന്റ് 32 ആണ്. കെൽവിനിൽ നമുക്ക് എഴുതുകയാണെങ്കിൽ ലോവർ ഫിക്സഡ് പോയിന്റ് 273.15 ആണ്. ഈ ലോവർ ഫിക്സഡ് പോയിന്റ് നമ്മൾ എടുത്തിരിക്കുന്നത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസും മെൽറ്റിംഗ് പോയിന്റ് ആണ്. LFP, UFP എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ആണ്. ഓക്കെ, ഇത് രണ്ടും ഏതിന്റെയാണ്? വാട്ടറിന്റെ ആണ് കേട്ടോ, വാട്ടറിന്റെ. 373.15 minus 273.15. സോ ഇത് പഠിച്ചു വെച്ച ഈ ഇക്വേഷൻ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് സെൽഷ്യസിൽ എത്രയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിലും, ഫാരൻഹീറ്റിൽ എത്ര ചോദിച്ചാലും, കെൽവിനിൽ എത്ര ചോദിച്ചാലും ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ഏതും ചെയ്യാം. ഓക്കെ ആണല്ലോ? ഞാൻ ഇതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ല, പക്ഷെ ഈ ഇക്വേഷൻസ് ക്ലിയർ ആയി പഠിച്ചു വെച്ചാൽ നമുക്ക് ഏത് വാല്യൂ ചോദിച്ചാലും, എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് ഇതിൽ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഫൈൻ. ഓക്കെ ആണല്ലോ? ഐ ഹോപ്പ് എവരിവൺ ഈസ് ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നമ്മള് ഒരു ടെമ്പറേച്ചർ ഹീറ്റ് കൊടുക്കുകയാണ് ഏതൊക്കെ? ഒരു റോഡിലേക്ക്. ആ റോഡ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഹീറ്റ് കൊടുക്കുമ്പോൾ അത് എത്ര എക്സ്പാൻഡ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഞാൻ ആ എക്സ്പാൻഡ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ ഡെൽറ്റ എൽ എന്ന് വിളിക്കുന്നു. ഇതിന്റെ ആക്ച്വൽ ലെങ്തിനെ L0 എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് കാണേണ്ടത് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് L0 ആൽഫ ഡെൽറ്റ ടി ആണ്. അത് എങ്ങനെ കിട്ടിയെന്ന് പറയണ്ട, നമുക്ക് ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഓക്കെ,
ആൽഫ എന്ന് ഇതിനെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് വിളിക്കാം. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് വിളിക്കാം. L0 അതിന്റെ ഇനീഷ്യൽ ലെങ്ത്, L0 അതിന്റെ ഇനീഷ്യൽ ലെങ്ത് ആണ്, L0 അതിന്റെ ഇനീഷ്യൽ ലെങ്ത് ആണ്, L0 അതിന്റെ ഇനീഷ്യൽ ലെങ്ത് ആണ്. ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. ഡെൽറ്റ ടി ഈസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫേനെ ഡെൽറ്റ എൽ ബൈ L0 ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇത് ഒരു ലീനിയർ എക്സ്പാൻഷൻ ആണ് ഇപ്പൊ കാണിച്ചത്. ഒരു റോഡൊക്കെ ആണെങ്കിൽ നമ്മൾ മറിച്ച് ഒരു ഏരിയ വൈസ് സാധനമാണെങ്കിൽ, ഒരു ഏരിയ ഒരു ഷീറ്റ് ഒക്കെ ആണെങ്കിൽ അപ്പൊ അതിന്റെ ഏരിയ ആണ് എക്സ്പാൻഡ് ചെയ്യാൻ, ഒരു ഏരിയ ആണ് അപ്പൊ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സി ഇതുപോലെ ഏരിയ എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എ, ഓക്കെ ഡെൽറ്റ എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആൽഫയ്ക്ക് പകരം ബീറ്റയാണ്. ഞാൻ അതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? എനിക്ക് ഡെൽറ്റ എ ബൈ A0 ഡെൽറ്റ ടി എഴുതിക്കൂടെ? ഇനി വോളിയം എക്സ്പാൻഷൻ ഒക്കെ ആണെങ്കിൽ ഒരു ക്യൂബ് പോലത്തെ വോളിയാണ് കൂടുന്നത്. ഓക്കെ, ഡെൽറ്റ വി ആണ്. സോ ബീറ്റ ഇവിടെ വോളിയം എക്സ്പാൻഷന്റെ കേസിൽ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ വി ബൈ V0 ഡെൽറ്റ ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഒരു സോളിഡ് ആണെങ്കിൽ, ഒരു സോളിഡിന്റെ കേസിൽ ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ നമുക്ക് 1:2:3 എന്ന് എഴുതാം സോളിഡിന്റെ കേസിൽ മാത്രം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആയി കിട്ടും. ഓക്കെ ആണല്ലോ? നോക്ക്, ദ വോളിയം ഓഫ് മെറ്റൽ സ്ഫിയർ ഇൻക്രീസസ് ബൈ 0.25% ആണ്. When its temperature is raised by 40 degrees Celsius, the coefficient of linear expansion of the metal എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാണ് ചോദ്യം. നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? വോളിയം എക്സ്പാൻഷൻ ആണ്. വോളിയം എക്സ്പാൻഷൻ നമുക്കറിയാം എന്താണ് കാണേണ്ടത്? ഗാമയാണ് കാണേണ്ടത്. വോളിയം കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഗാമ എത്രയാണ് നമുക്ക് എങ്ങനെ പറയാം? ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി ആണെന്ന് അറിയാം. ഡെൽറ്റ വി ബൈ വിനെ എനിക്ക് എന്ത് എഴുതാം? 0.25% ആയതുകൊണ്ട് തന്നെ 0.24/100 എന്ന് എഴുതിക്കൂടെ? ഡെൽറ്റ ടി എത്ര തന്നിട്ടുണ്ട്? 40 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം 6 × 10⁻⁻5 കിട്ടി. ഓക്കെ ആണല്ലോ? ഇത് എന്താണ് കിട്ടിയത്? ഗാമയാണ് കിട്ടിയത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആൽഫയാണ്. ആൽഫ ഗാമ തന്ന കാണാം. നമുക്കറിയാം ഇൻ കേസ് ഓഫ് സോളിഡ് ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഇൻ കേസ് ഓഫ് സോളിഡ് എന്താണെന്ന്? 1:2:3 ആണെന്ന്. സോ എന്ത് കിട്ടി? ഗാമ കിട്ടി. എന്ത് കാണാം? ആൽഫ കാണാം. ആൽഫ എങ്ങനെ കാണാം? ആൽഫ ഈസ് ഈക്വൽ ടു ഗാമ ബൈ 3. ഗാമ ബൈ സോറി 1 സെക്കൻഡ്. ആൽഫ ഈസ് ഈക്വൽ ടു ഗാമ ബൈ 3. സോ 2 × 10⁻⁻5. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ 2 ഏത് ഓപ്ഷൻ ഉണ്ട്? 2 × 10⁻⁻5. ഓപ്ഷൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണോ? നമുക്ക് ഒന്നും കൂടി നോക്കാം എന്തൊക്കെ പറഞ്ഞു. ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു നോക്കാം. തെർമോഡൈനാമിക്സ് എന്താന്ന് പറഞ്ഞു, ഹീറ്റ് എന്താന്ന് പറഞ്ഞു, ടെമ്പറേച്ചർ എന്താന്ന് പറഞ്ഞു. ഹീറ്റ് എപ്പോഴും ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്കാണ് മൂവ് ചെയ്യാന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ആൻഡ് കോൾഡ്നെസ് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് മെൻഷൻ ചെയ്തു. തെർമൽ ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ബേസ്ഡ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ഇന്റേണൽ എനർജി ഹീറ്റ് സിസ്റ്റത്തിൽ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഹീറ്റ് എന്തിനൊക്കെ ഉപയോഗിക്കും? അത് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാനും വർക്ക് ചെയ്യാനും ഉപയോഗിക്കും. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി എന്താന്ന് പറഞ്ഞു. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താന്ന് മെൻഷൻ ചെയ്തു. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താന്ന് മെൻഷൻ ചെയ്തു. CP/CV കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട് 2 ഇന്ന് തെർമോഡൈനാമിക്സിന്റെ പാർട്ട് 1 ആണ്. CP/CV കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട് 2 മെൻഷൻ ചെയ്യുന്നതാണ്. CP/CV ഗാമയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം, എനിക്കറിയാം. ഐസോതെർമൽ എക്സ്പാൻഷന്റെ ഡെൽറ്റ ടി 0 ആണ്. ഡെൽറ്റ യു ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഡെൽറ്റ ടി 0 ആയതുകൊണ്ട് ഡെൽറ്റ യുയും 0 ആണ്. സോ ഐസോതെർമൽ എക്സ്പാൻഷനിലെ ഇന്റേണൽ എനർജി ചേഞ്ച്
ഇല്ല. ഓക്കെ. ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ നമ്മൾ മെൻഷൻ ചെയ്തു. വോളിയം എക്സ്പാൻഷൻ അതിന്റെ സോളിഡിന്റെ കേസിൽ ആൽഫ ബീറ്റ ഗാമ റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇനി നമ്മൾ എടുക്കുന്ന അടുത്ത ഭാഗം എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ലാറ്റന്റ് ഹീറ്റ്. ഓക്കെ, ഇത് രണ്ടുമാണ് നോക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അതായത് നമുക്കറിയാം സോളിഡ് ലിക്വിഡ് ഗ്യാസ്, സോളിഡ് ലിക്വിഡ് ഗ്യാസ്, സോളിഡ് ലിക്വിഡ് അതുപോലെ ഗ്യാസ്, അങ്ങനെ 3 ഫേസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. സോളിഡ് ലിക്വിഡ് ഗ്യാസ്, സോളിഡിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണെന്നും ഏതിനെ അപേക്ഷിച്ച് ലിക്വിഡിനെ അപേക്ഷിച്ച്, ലിക്വിഡിൽ ഗ്യാസിനെ അപേക്ഷിച്ച് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ് നമുക്കറിയാം. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യും, ഫേസുകൾ ചേഞ്ച് ചെയ്യും, ഫേസ് ചേഞ്ച് ചെയ്യും ആണല്ലോ, അറിയാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഇത് രണ്ടുമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ലാറ്റന്റ് ഹീറ്റ്? ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ മാസിന് അല്ലെങ്കിൽ എന്തിനായിക്കോട്ടെ അതിന്റെ ഫേസ് ചേഞ്ച് ചെയ്യാൻ കൊടുക്കേണ്ട, അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ ആവശ്യമായി കൊടുക്കേണ്ട ഹീറ്റ് ആണെന്ത്, ലാറ്റന്റ് ഹീറ്റ്. അത് സോളിഡ് ടു ലിക്വിഡ് ആകുമ്പോൾ ഫ്യൂഷനും സോളിഡ് ടു വേപ്പറൈസേഷൻ ആകുമ്പോൾ, സോളിഡ് ടു വേപ്പർ ആകും അല്ലെങ്കിൽ ഗ്യാസ് ആകും, ലിക്വിഡ് ടു ഗ്യാസ് ആകുമ്പോൾ വേപ്പറൈസേഷനും ആകും. ഓക്കെ ആണല്ലോ. സോ വൺസ് മോർ, ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിന്റെ ഫേസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ കൊടുക്കേണ്ട ഹീറ്റ് ആണ്. അത് സോളിഡ് ടു ലിക്വിഡ് ആണെങ്കിൽ ഫ്യൂഷൻ, ലിക്വിഡ് ടു ഗ്യാസ് ആകുമ്പോൾ വേപ്പറൈസേഷൻ. ഒന്നും കൂടി ഞാൻ ക്ലിയർ ആക്കി തരാം. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ ഒരു മാസിനെ സോളിഡ് ഫേസിൽ നിന്നും ലിക്വിഡ് ഫേസിലേക്ക് മാറാൻ കൊടുക്കേണ്ട ഹീറ്റ് ആണ്. അതുപോലെ ഒന്നാമത്തെ പോയിന്റ് അത്, ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത് ആ സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ ആ മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, യൂണിറ്റ് മാസ്, അതായത് 1 kg ആയിരിക്കും. ഓക്കെ, 1 kg. സോ 1 കിലോഗ്രാം സബ്സ്റ്റൻസിനെ സോളിഡിൽ നിന്നും ലിക്വിഡ് ആവാൻ കൊടുക്കേണ്ട ഹീറ്റ് ആണ്. ഏത് ടെമ്പറേച്ചറിൽ? അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്, സോറി അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്, അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. സോ സോളിഡിൽ നിന്നും ലിക്വിഡ് ആവാൻ 1 ഗ്രാം സബ്സ്റ്റൻസിന് അതിന്റെ മെൽറ്റിംഗ് പോയിന്റിൽ കൊടുക്കേണ്ട ഹീറ്റ് ആണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? Q is equal to L fusion into M. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, LFM into M. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് എത്രയാണെന്ന് അറിയോ? LF ഐസ്, അത് 80 calorie per gram ആണ്. ഇത് അറിഞ്ഞിരിക്കണത് നല്ലതാണ്. ചില ക്വസ്റ്റ്യൻസിൽ ഇത് മെൻഷൻ ചെയ്തോളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ടു നോ ദാറ്റ് ഈസ് LF ഓഫ് ഐസ് ഈസ് 80 calorie per gram. നെക്സ്റ്റ്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഇവിടെ സിമ്പിൾ ആണ്, സെയിം കൺസെപ്റ്റ് തന്നെ. ലിക്വിഡ് എന്താകണം? ലിക്വിഡ് വേപ്പർ ആവണം അല്ലെങ്കിൽ ഗ്യാസ് ആകണം. 1 കിലോഗ്രാം സബ്സ്റ്റൻസ് ആണ്, അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് ആണെന്ന് മാത്രം, അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. നമുക്ക് സെയിം തന്നെ ഇവിടെ Q is equal to LV into M ആണെന്ന് മാത്രം. LV സ്റ്റീമിൻ്റെത് അറിഞ്ഞിരിക്കണം. അത് 540 calorie per gram ആണെന്ന് അറിഞ്ഞിരിക്കണം. LV greater than LF ആയിരിക്കും ഓൾവേസ്. എന്തുകൊണ്ടെന്നാൽ ലിക്വിഡ് ഗ്യാസ് ആകുമ്പോ ഹൈ വോളിയം എക്സ്പാൻഷൻ ആണ് ഉണ്ടാവുന്നത്. സോറി, ഹൈ വോളിയം എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് ഇത്രയും ഹീറ്റ് കൊടുക്കേണ്ടത്. സോ LV ഓൾവേസ് ഗ്രേറ്റർ ദാൻ LF ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാം. സാധാരണ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്,
സാധാരണ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത് ലിക്വിഡ്. ഇതിപ്പോ ലിക്വിഡിന് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അതിന്റെ വോളിയം എന്ത് ചെയ്യും? കൂടും. വോളിയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഡെൻസിറ്റി കുറയും. പക്ഷെ നമ്മുടെ വാട്ടർ ഒരു പ്രത്യേക തരം ബിഹേവിയർ കാണിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. ഓക്കെ, അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 to 4 ഡിഗ്രി ഈ ടെമ്പറേച്ചർ റേഞ്ചില് നമ്മളെ വെള്ളത്തെ ചൂടാക്കുകയാണെങ്കിൽ അതിന്റെ വോളിയം കുറയും. അതുപോലെ 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുകയാണെങ്കിൽ വോളിയം കൂടും. ഓക്കെ ആണല്ലോ, വോളിയം കൂടും. സോ വാട്ടർ വിൽ കൺട്രാക്ട് ഫ്രം 0 to 4 ആൻഡ് എക്സ്പാൻഡ് ഫ്രം 4 to 0. ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഞാനൊരു ഗ്രാഫ് വെച്ചിട്ട് പറഞ്ഞുതരാം. ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. കുറഞ്ഞു വരും. ഏതുവരെ? 0 to 4 വരെ കുറഞ്ഞു വരും വോളിയം. ടെമ്പറേച്ചർ ആണ്. ഓക്കെ, പിന്നെ അങ്ങോട്ട് കൂടും. ഡെൻസിറ്റി ആണെങ്കിലോ തിരിച്ചായിരിക്കും. ഡെൻസിറ്റി ആണെങ്കിൽ 0 to 4 ടെമ്പറേച്ചർ, ഡെൻസിറ്റി. ഓക്കെ ആണല്ലോ. ഈ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ കാരണമാണ് അക്വാട്ടിക് ലൈഫ് ഈസ് പോസിബിൾ. അക്വാട്ടിക് ലൈഫ് ഈസ് പോസിബിൾ ഇൻ കോൾഡ് ക്ലൈമറ്റ്. ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണ്. 80 gram of water at 30 degrees Celsius poured on a large block of ice. The mass of that melts is. നമുക്കറിയാം ഹീറ്റ് ലോസ് ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ആണ്. ഇവിടെ ഹീറ്റ് ലോസ് ആർക്കാണ്? ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് ഹോട്ട് ബോഡിക്കാണ്. ഹോട്ട് ബോഡിക്ക് എത്ര ലോസ് ആയി? m into delta T ആണല്ലോ. 80 into 30 ഹീറ്റ് ലോസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ. എത്രയാണ് നമുക്കറിയില്ല, മാസ് ആണ് കാണേണ്ടത്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് അറിയാലോ എത്രയാണെന്ന്? 80 ആണ്. സോ m is equal to 30 gram. സിമ്പിൾ ആണ്. ജസ്റ്റ് ഇക്വേഷൻ കൊടുത്തു. ഹീറ്റ് ലോസ് ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ആണ്. ഹീറ്റ് ലോസ് ആയത് 80 into 30 ആണ്. നമുക്കറിയാം ഹീറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഹീറ്റ് ഗെയിൻ ആ കൊടുത്ത ഹീറ്റ് എന്തിനു ഉപയോഗിക്കുള്ളൂ? ഐസ് മെൽറ്റ് ആവാൻ ഉപയോഗിക്കുള്ളൂ. എത്ര ഐസ് മെൽറ്റ് ആയെന്ന് അറിയണമെങ്കിൽ m ഐസ് മെൽറ്റ് ആയി. സോ m നമുക്ക് എങ്ങനെ കാണാം? ഹീറ്റ് ലോസ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ. സോ 8 into 30 divided by 80. 80 is the latent heat of fusion of ice. ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, പക്ഷെ ചില മിക്ക ക്വസ്റ്റ്യൻ തരും. പക്ഷെ ഇറ്റ് ഈസ് ഗുഡ് ടു നോ latent heat of fusion of ice is 80 calorie per gram ആണ്. ഓക്കെ, സോ ആൻസർ is 30. സോ കണ്ടക്ഷൻ ഇൻ മെറ്റൽ ഇലക്ട്രോഡ്. നെക്സ്റ്റ് ടോപ്പിക്, കണ്ടക്ഷൻ. നമുക്കറിയാം കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇറ്റ് ഈസ് എ 3 ഫോം ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന. സോ നമ്മൾ ഇത് ഇതൊക്കെ കവർ ചെയ്ത് പോകും. സോ ഈ ലാറ്റന്റ് ഹീറ്റും കഴിഞ്ഞ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റും കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. കലോറിമീറ്ററും കഴിഞ്ഞു. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ ആണ് അടുത്തത്. ഓക്കെ, സി ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന 3 ഫോംസ് ആണ്. എന്തൊക്കെ? ഒന്ന് കണ്ടക്ഷൻ, 2 കൺവെക്ഷൻ, 3 റേഡിയേഷൻ. ഓക്കെ ആണോ? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. നോക്കാം. നമുക്ക് കൺവെക്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നോട്ട് ഇമ്പോർട്ടന്റ്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് കണ്ടക്ഷനെ കുറിച്ചും റേഡിയേഷനെ കുറിച്ചാണ്. കണ്ടക്ഷൻ എന്ന് പറയുന്നത് നോക്ക്. കണ്ടക്ഷൻ എന്ന് പറയുന്നത്
It will happen in solid, liquid and gas. Conduction. Conduction സോളിഡിലും ലിക്വിഡിലും അതുപോലെ ഗ്യാസിലും മൂന്നിലും കാണാം. ഓക്കെ. പക്ഷേ കണ്ടക്ഷൻ ഇസ് ദ ഓൺലി ഫോം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഏതിന്റെ കേസില്? സോളിഡിന്റെ കേസിൽ ഇറ്റ് ഇസ് ദ ഓൺലി ഫോം ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ ആണല്ലോ. കണ്ടക്ഷന്റെ കേസിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് മൂവ്സ് ഫ്രം, നമുക്കറിയാം ഹീറ്റ് മൂവ്സ് ഫ്രം ഹോട്ടർ ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ. കണ്ടക്ഷന്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഹാപ്പൻ without the actual movement of particle movement ഇല്ലാതെയാണ് എന്ത് സംഭവിക്കുന്നത്? കണ്ടക്ഷൻ സംഭവിക്കുന്നത്. നമുക്കറിയാം സോളിഡ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ആണ് ഏതിനെ അപേക്ഷിച്ച്? ലിക്വിഡ് ഈസ് അതുപോലെ ലിക്വിഡ് ഈസ് മോർ ഗുഡ് കണ്ടക്ടർ ദാൻ വേപ്പർ. ഓക്കെ. സോ കണ്ടക്ഷൻ സംഭവിക്കുന്നത് വിത്തൗട്ട് ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഇല്ലാതെയാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. നമുക്ക് നോക്കാൻ പോകുന്നത് തെർമൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വരുന്നു. ഓക്കെ. തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ. എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി? ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. തെർമൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഹീറ്റ് നമുക്ക് അത് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ആവും. നമുക്കറിയാലോ സോളിഡ് ആണെങ്കിൽ എക്സ്പാൻഡ് ആവും. നമുക്ക് ആ ഹീറ്റ് എത്ര കൊടുത്തു എന്ന് അറിയണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. കെ എ T2 മൈനസ് T1 ഇൻറ്റു ടി ബൈ എ. അതായത് നോക്ക്, ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇത്രയുള്ള ഒരു റോഡ്, അതിന്റെ ഏരിയ എ ആണ്, ലെങ്ത് എൽ ആണ്, ലെങ്ത് എൽ ആണ്, ഏരിയ എ ആണ്. അതിന്റെ കെ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. ഓക്കെ. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. K is the coefficient of thermal conductivity. Coefficient of thermal conductivity. Okay. എത്ര ഞങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഓക്കെ. ഞാൻ Q ബൈ ടി എടുത്തു. Q ബൈ ടി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ബൈ ടൈം. സോ അതിനെ ഹീറ്റ് കറണ്ട് എന്ന് എനിക്ക് വിളിക്കാലോ. ഹീറ്റ് കറണ്ട് എന്ന് വിളിക്കും. അതിന് എനിക്ക് എന്ത് എഴുതാം? കെ T2 മൈനസ് T1 എനിക്ക് ഡെൽറ്റ ടി എന്ന് എഴുതിക്കൂടെ? ഡെൽറ്റ ടി എന്ന് എഴുതാം. ബൈ എൽ എഴുതി. സോ ഹീറ്റ് കറണ്ട് ഈസ് ഈക്വൽ ടു കെ എ ഡെൽറ്റ ടി ബൈ എൽ. ഞാൻ ഡി ക്യൂ ബൈ ഡി ടി എന്ന് എഴുതി. ഡി ക്യൂ ബൈ ഡി ടി എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് കെ എ, മൈനസ് ഉദ്ദേശിക്കുന്നത് ഹീറ്റ് ലോസ്, അതേ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കെ എ ഡി ടി ബൈ ഡി എക്സ്, ഡി എക്സ് ഓർ എൽ വാട്ട് എവർ. സോ ഡി ടി ബൈ ഡി എക്സ് ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ് dt by dx is thermal temperature gradient. Sorry, dt by dx is temperature gradient. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് ടൈം is thermal resistance ആണ്. thermal resistance ആണ് നെക്സ്റ്റ് ടൈം. thermal resistance. നമുക്ക് thermal resistance എങ്ങനെ കാണാം? thermal resistance കാണേണ്ടത് ഡെൽറ്റ ടി delta T by R, delta T by R is equal to dQ by dt ആണ്. അതായത് എന്നിട്ട് പറഞ്ഞുതരാം.
heat current is equal to delta T by R ആണ്. delta T by R ആണ് heat current. H is equal to delta T by R ആണ്. R is the thermal resistance ആണ്. So എനിക്ക് എന്ത് എഴുതാം? R is equal to delta T by H എന്ന് എഴുതാം. delta T by H എന്ന് എഴുതാം. H എനിക്ക് അറിയാം Ka delta T by L ആണെങ്കിൽ R ന് എനിക്ക് എന്ത് എഴുതാം? L by Ka എന്ന് എഴുതാം. L by Ka എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് വരാവുന്ന എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ റോഡുകള് സീരീസ് ആൻഡ് പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് എന്താണ് അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി എന്താന്ന് ചോദിച്ചേക്കാം. അത് കെ എന്താന്ന് ചോദിച്ചേക്കാം. സോ ഇങ്ങനെയാണെങ്കിൽ R1 R2 ആണ്. ദിസ് ഈസ് R1 R2. നമ്മൾ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ നമുക്കറിയാം R is equal to R1 plus R2 ആണ്. ആൻഡ് പാരലൽ കണക്ഷനിൽ 1/R is equal to 1/R1 plus 1/R2. ഇത് അറിഞ്ഞാൽ മതി. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ആറിന്റെ വാല്യൂ നമുക്കറിയാം L by K ആണ്. അപ്പൊ R1 എന്ന് പറയുന്നത് L1 by K1 A1 ആയിരിക്കും. R2 L2 by K2 A2 ആയിരിക്കും. Instead of by hearting the thing, like understand the concept. Okay, ഇത് അറിഞ്ഞാൽ മതി. Okay, I hope everyone know this much things. Okay, ഇനി നമ്മള് നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും. നോക്ക്. Thermal conductivity of two rods of different material is 5:4. So what the given? K1 by K2 തന്നിട്ടുണ്ട് 5:4 ആണെന്ന്. 5/4 തന്നിട്ടുണ്ട്. Two rods of same area of cross section. So A1 by A2, A1 A2 same ആണ്. A1 is equal to A2 ആണ്. A1 is equal to A2 ആണ്. R1 is equal to R2 ആണ്. L1 by L2 ആണ് question. Okay. K1 by K2 നമുക്ക് അറിയാം 5/4 ആണെന്ന്. സോ നമുക്കറിയാം R is equal to L by KA ആണെന്ന്. സോ L1 by L2 എന്തായിരിക്കും? K1 by K2 ആയിരിക്കും. It is 5:4. 5:4. ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. കുറച്ചുകൂടി ക്ലിയർ ആക്കി തരാം. Two identical square rods of metal are welded end to end as shown in figure. 20 calories of heat flows through in 4 minutes. If the rods are welded as shown in the figure, the same amount of heat will flow through the rods. Okay. അതായത് നോക്ക്, ഒന്ന് ക്ലിയർ ആക്കി തരാം. ടെമ്പറേച്ചർ T1 T2 എന്ന് ഇരിക്കട്ടെ, അത് T1 T2 എന്നിരിക്കട്ടെ. ഇങ്ങോട്ട് ഹീറ്റ് ഒഴുകാൻ 20 കാലറി ഹീറ്റ് ഒഴുകി. 20 കാലറി ഹീറ്റ് ഒഴുകാൻ 4 മിനിറ്റ് എടുത്തു. എങ്ങനെ? സീരീസ് ആയി അറേഞ്ച് ചെയ്തപ്പോ. അങ്ങനെയാണെങ്കിൽ എത്ര ടൈം വേണ്ടി വരും 20 കാലറിക്ക് അത് പാരലായി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ? നമുക്കറിയാം എന്ത്? ഡെൽറ്റ ടി ബൈ എച്ച് ആണ് R. അതായത് ഡെൽറ്റ ടി ബൈ R എന്ന് പറയുന്നത് dQ by dt ആണ്. dQ by t അതായത് ടൈം ആണ്. ഓക്കെ, ടൈം. സോ R എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ടൈമിന് പ്രൊപ്പോർഷണൽ ആണ്. റെസിസ്റ്റൻസ് കൂടിയ ഒരുപാട് ടൈം എടുക്കും ഹീറ്റ് ഫ്ലോ ചെയ്യാൻ. അപ്പൊ എനിക്ക് R1 by R2 എന്ന് എഴുതിക്കൂടെ? R1 by R2 എനിക്ക് T1 by T2 എന്ന് എഴുതിക്കൂടെ? എഴുതാം. പക്ഷെ എന്തുകൊണ്ടെന്നാൽ dQ, അതായത് Q കോൺസ്റ്റന്റ് ആണ്. കാരണം രണ്ട് ഉപയോഗിക്കുന്ന ചൂടിന്റെ അളവ് സെയിം ആയതുകൊണ്ട് തന്നെ എനിക്ക് R1 by R2 ന് T1 by T2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നോക്ക്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുകൂടി എഴുതാം? R1 by R2 സീരീസിൽ എത്രയാണ്? ഞാൻ സപ്പോസ് ഇതിനെ R എന്ന് വിളിച്ചു, ഇതിനെ R എന്ന് വിളിച്ചു. ഐഡന്റിക്കൽ റോഡ്സ് ആണല്ലോ. അപ്പൊ ഇതും R ആണ്, ഇതും R ആണ്. R1 സീരീസ് ആണല്ലോ. ഞാൻ ഓക്കെ, ഇത് സീരീസ് ആണ്, ഇത് പാരലൽ ആണ്. ഞാൻ അതിനെ RS by RP നെ എനിക്ക് TS by TP എന്ന് എഴുതാം. ഓക്കെ, RS എന്ന് പറയുന്നത് 2R ആണല്ലോ. RP എന്ന് പറയുന്നത് R/2 ആണല്ലോ. TS എന്ന് പറയുന്നത് 4 ആണല്ലോ. TP ക്വസ്റ്റ്യൻ മാർക്ക്. 4/1 is equal to 4 by TP. So TP is equal to 1 minute.
So answer is 1 minute. Next is the most important part of today's session, that is Newton's law of cooling. Okay, Newton's law of cooling. അതിന് ഒന്നും കൂടി പറഞ്ഞതൊക്കെ ഒന്നും കൂടി നോക്കാം, എന്തൊക്കെ പറഞ്ഞു നോക്കാം. എന്താന്ന് പറഞ്ഞ ബ്രാഞ്ച് ആണെന്നും അതിൽ ഹീറ്റ്, ടെമ്പറേച്ചർ, ഇന്റർകൺവേർഷൻ ഓഫ് ഹീറ്റിനെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു, അത് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞു. ഡെൽറ്റ ക്യൂ ഈക്വൽ ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞു. ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ എന്താന്ന് പറഞ്ഞു, അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. അത് കഴിഞ്ഞ് ഐസോതെർമൽ എക്സ്പാൻഷനെ കുറിച്ച് പറഞ്ഞു, ലീനിയർ എക്സ്പാൻഷനെ കുറിച്ചും ഏരിയ എക്സ്പാൻഷനെ കുറിച്ചും വോൾ എക്സ്പാൻഷൻ നമ്മൾ ചെയ്തു. സോളിഡിന്റെ 1:3 ആണ് റേഷ്യോ എന്നും, ഇതിന്റെ ആൽഫ ബീറ്റ ഗാമ റേഷ്യോ 1:3. തെർമോമീറ്റേഴ്സ് കുറിച്ച് പറഞ്ഞു, അതായത് ടെമ്പറേച്ചർ സ്കെയിലിൽ റീഡിംഗ് വാല്യൂ മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് ബൈ അപ്പർ ഫിക്സഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എപ്പോഴും നമ്മൾ പറഞ്ഞു. ആ കോൺസ്റ്റന്റ് ഓക്കെ, അത് കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞു. സോ അതുകൊണ്ട് നമുക്ക് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഏത് ടെമ്പറേച്ചർ എന്നാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കറസ്പോണ്ട് ടെമ്പറേച്ചർ കാണാൻ പറ്റും നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വോളിയം എക്സ്പാൻഷൻ തന്നിട്ട് എങ്ങനെ ലീനിയർ എക്സ്പാൻഷൻ കാണാം എന്ന്, വോളിയം എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ് കിട്ടില്ല എങ്ങനെ ലീനിയർ എക്സ്പാൻഷൻ കാണാൻ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് ചേഞ്ചുകളെ കുറിച്ച് പഠിച്ചു. സോളിഡ് ലിക്വിഡ് ഗ്യാസുകളുണ്ട്. ഹീറ്റ് കൊടുക്കുമ്പോൾ ഹീറ്റ് കൊടുക്കുമ്പോൾ സോളിഡ് ലിക്വിഡ് ആവും, ലിക്വിഡ് ഗ്യാസ് ആവും. ഹീറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ലിക്വിഡ് സോളിഡ് ഫ്യൂഷൻ 80 calorie per gram ആണെന്നും, latent heat of vaporization 540 kilocalorie per gram ആണെന്നും, latent heat of vaporization latent heat of fusion കൂടുതലാണെന്നും, കാരണം ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ ഹൈ വോളിയം എക്സ്പാൻഷൻ സംഭവിക്കുന്നത് കൊണ്ട് അത്രയും എനർജി ആവശ്യമാണെന്ന് പഠിച്ചു. അതുപോലെ ഫേസ് ചേഞ്ചിൽ എന്ത് സംഭവിക്കുന്നില്ല, ഫേസ് ചേഞ്ചിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫേസ് ചേഞ്ച് ഡ്യൂറിങ് ഫേസ് ചേഞ്ചിലെ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0 ആണെന്ന് പഠിച്ചു. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്താന്ന് പഠിച്ചു. വോളിയം ഡെൻസിറ്റി, അതായത് 0 ഡിഗ്രി ടു 4 ഡിഗ്രി സെൽഷ്യസ് സമയത്ത് വോളിയം കുറയുകയും ഡെൻസിറ്റി ചെയ്യും. തിരിച്ചാണെങ്കിൽ ഡെൻസിറ്റി കുറയുകയും വോളിയം കൂടുകയും അതിന്റെ ഗ്രാഫ് നമ്മൾ കണ്ടു. ഈ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ കാരണമാണ് അക്വാട്ടിക് ലൈഫ് പോസിബിൾ ആയിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു. സോ അത് കഴിഞ്ഞ് നമ്മള് കണ്ടക്ഷൻ കുറിച്ചും എന്താണെന്നും തെർമൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ചും പഠിച്ചു. കണ്ടക്ടിവിറ്റി എന്താന്ന് കണ്ടു, അതിന്റെ ഇക്വേഷൻസ് കണ്ടു. തെർമൽ റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചു. ഓഫ് കൂളിംഗ് കൂടി കഴിഞ്ഞ് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്താന്ന് പറയുന്നത് പെട്ടെന്ന് നോക്കാം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the rate of cooling is proportional to T minus Ts. അതായത് Ts is the temperature of the body. അതായത് ബോഡി ടെമ്പറേച്ചർ മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആണ് റേറ്റ് ഓഫ് കൂളിംഗ്. Rate of cooling of a body is proportional to temperature difference between body temperature and surrounding temperature. അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിന്റെ ലോ. അതാണ് ആ ലോ പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ അത് പോരാ, നമുക്ക് ആവറേജ് മെത്തേഡ് ആവശ്യമാണ് എന്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അതിനായിട്ടുള്ള ഇക്വേഷൻ ആണ് T2 minus T1 by T is equal to a constant C. ഞാൻ കോൺസ്റ്റന്റ് C എന്ന് വിളിച്ചു. C into T2 plus T1 by 2 minus T surrounding. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് വരാവുന്ന ഓൾ പോസിബിൾ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. നോക്കാം എങ്ങനെയാണ്. ഞാനതൊരു ക്വസ്റ്റ്യൻ ഞാൻ തന്നെ എഴുതിയിട്ട് കാണിച്ചാലോ. ഓക്കെ, എങ്ങനെയാണ് സംഭവം നോക്കിക്കോളൂ. സപ്പോസ് ഒരു ബോഡി, അതിന് T2 ഓക്കെ ഹയർ ടെമ്പറേച്ചർ ആണ്, T1 is the cold temperature, TS is surrounding temperature. ഓക്കെ, സപ്പോസ് ഒരു ബോഡി അതിന്റെ T2, അതായത് ഹയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ആ ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സപ്പോസ് T2 ആണ്, അത് 75 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അത് 5 മിനിറ്റ് ടൈമിൽ 5 മിനിറ്റ്സിൽ അത് കൂളായിട്ട് T1 ടെമ്പറേച്ചർ എത്തി. ഓക്കെ, അതായത് കോൾഡ് ടെമ്പറേച്ചർ T1 ഉം T2 കോൾഡ് ടെമ്പറേച്ചർ.
T1 65 ഡിഗ്രി സെൽഷ്യസ് ആയി. ഓക്കെ ആണല്ലോ. 5 മിനിറ്റ്. സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അടുത്ത 5 മിനിറ്റിൽ എന്തായിരിക്കും ആ ബോഡി ടെമ്പറേച്ചർ? വാട്ട് വിൽ ബി ദ ടി ആഫ്റ്റർ 5 മിനിറ്റ്സ്? നെക്സ്റ്റ് 5 മിനിറ്റ്സിൽ എന്തായിരിക്കും? ആഫ്റ്റർ നെക്സ്റ്റ് 5 മിനിറ്റ്സ്, അടുത്ത 5 മിനിറ്റ് ശേഷം ആ ബോഡി ടെമ്പറേച്ചർ എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. നോക്കാം. നമുക്ക് T2 എന്താ അറിയാം, T1 എന്താണെന്ന് അറിയാം, നമ്മുടെ T എന്താണെന്ന് അറിയാം. T എന്താണെന്ന് അറിയാം. നമുക്ക് കാണേണ്ടത് കോൺസ്റ്റന്റ് ആണ്, C ആണ് കാണേണ്ടത്. ഓക്കെ, ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. 75 minus 65 by 5 is equal to C, a constant, into T2 plus T1, that is 140 by 2 minus TS. 2 ഒന്നുകൂടെ. ഓക്കെ, 2 is equal to C into 70 minus TS എത്രയാണ്? 25. C is equal to 2 by 70 minus 25, 45. ഓക്കെ ആണല്ലോ. നമുക്ക് ഇനി കാണേണ്ടത് നെക്സ്റ്റ് 5 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് 5 മിനിറ്റ്സ് ആകുമ്പോൾ T2 എന്തായിരിക്കും? 65 ആയിരിക്കും. T1 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. T2 65 ആണല്ലോ. T നമുക്ക് അറിയത്തില്ല, ടൈം അറിയാം 5 മിനിറ്റ് ആണ്. C നമുക്കറിയാം 2 by 45 ആണെന്ന് അറിയാം. 65 plus T by 2 ആണ് നമുക്കറിയാം. മൈനസ് 25 ആണ് സറൗണ്ട് ടെമ്പറേച്ചർ എന്ന് അറിയാം. T നമുക്ക് എല്ലാം സോൾവ് ചെയ്യുമ്പോൾ ഒരു 57 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഓക്കെ ആണോ? സോ നോക്ക് ക്വസ്റ്റ്യൻ തരാൻ പോകുന്നത് എങ്ങനെ ഇരിക്കും? ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ സപ്പോസ് എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ എനിവേ എക്സ് ഓർ വൈ വാട്ടവർ അതായിരിക്കും. അതിൽ നിന്ന് ഇത്ര ടെമ്പറേച്ചർ ആയി കൂൾ ചെയ്തു ഇത്ര സമയത്ത് എങ്കിൽ അടുത്ത ഒരു എത്ര സമയം കൊണ്ട് എത്രയായിരിക്കും ആ ബോഡി എന്താവും കൂൾ ആവുക? എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് ചോദിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഒക്കെ ആണല്ലോ. അതിന്റെ തിയറി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, പക്ഷെ ഇതാണ് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്ന മോസ്റ്റ് എക്സ്പെക്ടിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ T2 minus T1 by time T, okay, is equal to a constant into T2 plus T1 by 2 minus TS എന്ന ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ this is the average form equation. Okay, ഇതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, so this is for solving the problem and this is the law. സോ നമ്മൾ ഇന്നത്തോടെ ഓൾമോസ്റ്റ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പാർട്ട് 2 എടുക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യും. നമ്മൾ ഇന്നത്തെ ഹീറ്റിനെ കുറിച്ചും തെർമൽ ടെമ്പറേച്ചറിനെ കുറിച്ചും തെർമൽ എക്സ്പാൻഷനെ കുറിച്ചും ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ചും കലോറിമീറ്ററിനെ കുറിച്ചും ലാറ്റന്റ് ഹീറ്റിനെ കുറിച്ചും സ്റ്റേറ്റ് ചേഞ്ചിനെ കുറിച്ചും ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചും ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിനെ കുറിച്ചും നമ്മൾ ഓൾമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയി വരാവുന്ന കാര്യങ്ങൾ പഠിച്ചു. ഇതിന്റെ അപ്പുറം ചാപ്റ്ററിലുണ്ട്, പക്ഷെ ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി നമ്മൾ ക്വസ്റ്റ്യൻസ് കാണാറ്. മോർ ഫ്രീക്വന്റ്ലി ഈ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ, മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗത്ത് നിന്നാണ് വരാറ്. ഓക്കെ, സോ ഇത് തിയറിയും അതുപോലെ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മള് ഇന്നത്തെ സെഷൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ചാറ്റ് ബോക്സിൽ ഇടുക. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും.
So okay, bye, thank you.